നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. വളരെ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണിത്. കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. പത്രോസ് ആണ് ഏറ്റുപറഞ്ഞത്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ, ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലെ പുത്രനായ ആളത്തം ക്രിസ്തുവായി രക്ഷിതാവായി വന്നിരിക്കുകയാണ് എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ, നിന്റെ മേലെന്നല്ല, നീ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയെന്ന് പറഞ്ഞാൽ കൂട്ടം, ദൈവം വിളിച്ചു വേർതിരിച്ച കൂട്ടം എന്നാണ് സഭയെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസം, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ള ആ വിശ്വാസം, അതാണ് യേശു പാറയെന്ന് ഉദ്ദേശിച്ചത്. ആർക്കെല്ലാം ആ വിശ്വാസമുണ്ടോ അവര് പത്രോസുകളാണ്. ഗ്രീക്ക് ഭാഷയിൽ പെട്രോസ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം കൽക്കഷണം എന്നാണ്. അപ്പോൾ ആർക്കെല്ലാം ഈ വിശ്വാസമുണ്ടോ അവര് സഭയിലെ ഓരോ ജീവനുള്ള കല്ലുകളായി മാറുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ഇതേക്കുറിച്ച് പത്രോസ് എഴുതുന്നത് നമ്മൾ വായിച്ചാൽ പത്രോസിന് എന്താണ് മനസ്സിലായത് എന്ന് നമുക്ക് ബോധ്യമാവും. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ മനുഷ്യർ തള്ളിയ കല്ലാണ് മൂലക്കല്ലായി മാറിയത്. യേശുവിനെയാണ് യഹൂദന്മാർ തള്ളിയത്. യഹൂദന്മാർ തള്ളിയ യേശുവിനെ ആരെല്ലാം രക്ഷകനായി സ്വീകരിക്കുന്നു അവരെല്ലാം ജീവനുള്ള കല്ലുകളായി മാറ്റപ്പെട്ട് ഒരാത്മീയ ഗ്രഹമായിട്ട് അവർ പണിയപ്പെടുകയാണെന്നാണ് പത്രോസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്രോസിന് എന്താണ് മനസ്സിലായത്? താൻ ഒരു പാറക്കഷ്ണമായി മാറിയിരിക്കുന്നു. അടിസ്ഥാന പാറ എന്നുള്ളത് ആ വിശ്വാസമാണ്. യേശു ആരാണെന്നുള്ള വിശ്വാസമാണ്. അപ്പൊ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്നവനാണ്, രക്ഷിതാവായി വന്നവനാണെന്നുള്ള വിശ്വാസം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം സഭയുടെ ഓരോ കല്ലുകളായിട്ട് മാറുകയാണ്. താഴെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവെന്ന് നിങ്ങൾ ആരോടും പറയരുത്. അപ്പോൾ യേശു ക്രിസ്തു ആണെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പത്രോസ് അത് ഏറ്റു പറഞ്ഞപ്പോൾ നീ ഒരു കൽക്കഷ്ണമാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റു ശിഷ്യന്മാർക്കും ആ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും ആ സഭയുടെ ഭാഗങ്ങളായി മാറുകയാണ്. തൊട്ട് താഴെ യേശു പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇതും പത്രോസിന് ഏതോ പ്രത്യേകമായ അധികാരം ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ യേശു പത്രോസിനോട് മാത്രമല്ല, മറ്റ് ശിഷ്യന്മാരോടും ഇതേ കാര്യം പറയുന്നത് നമുക്ക് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഞാനത് വായിക്കുന്നത് ശ്രദ്ധിക്കുക. 21 മുതൽ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം.
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പത്രോസിനോട് മാത്രമല്ല, എല്ലാവരോടും പറയുകയാണ്. അതായത് എല്ലാവരോടും പോകാൻ പറയുകയാണ്. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന് മാത്രമല്ല, എല്ലാ ശിഷ്യന്മാർക്കുമുണ്ട്. നമുക്കറിയാം, പൗലൂസ് സുവിശേഷം പറയാൻ പോയ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പുസ്തകത്തിൽ 14 അധ്യായത്തിലുണ്ട്. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പുസ്തകത്തിൽ 16 അധ്യായത്തിൽ യൂദയയുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ താക്കോല് വേണമല്ലോ. അപ്പോൾ പൗലൂസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പൗലൂസിന്റെ കയ്യിലും പത്രോസിന്റെ കയ്യിലും മാത്രമല്ല, സകല അപ്പോസ്തലന്മാരുടെ കയ്യിലും, അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള സകല ദൈവമക്കളുടെ കയ്യിലും, അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന സകല മനുഷ്യരുടെ കയ്യിലും ആ താക്കോലുണ്ട്. കാരണം അവരെല്ലാവരും അയക്കപ്പെട്ടവരാണ്. പിതാവ് നിങ്ങളെ അയക്കുന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. അതായത് യേശുവിന്റെ സുവിശേഷം പറയാൻ അപ്പോസ്തലന്മാർ മാത്രം 12 പേര് മാത്രം പോയാൽ പോരാ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അന്ത്യനിയോഗത്തിൽ പറയേണ്ടത് നിങ്ങളുടെ മരണം വരെ നിങ്ങൾ സുവിശേഷം അറിയിക്കുക എന്നാണ്. എന്നാൽ യേശു പറഞ്ഞു ലോകാവസാനം വരെ നിങ്ങൾ സുവിശേഷം അറിയിക്കുക എന്നാണ്. അതായത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്നാണ്. അപ്പൊ ലോകാവസാനം വരെയുള്ള, യുഗത്തിന്റെ അവസാനം വരെയുള്ള ക്രിസ്തു ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കണം. അതിനാലാണ് പാപമോചനം ആളുകൾക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നു അവർ നിർത്തപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അവർക്ക് മോചിപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്കിനാലാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണല്ലോ. ആര് വായിക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് റോമാലേഖനം 10 അധ്യായത്തിൽ പറയുന്നു. അതേ കാര്യമാണ് യേശു പറയുന്നത്. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആരുടെ പാപം നിർത്തിയാൽ നിർത്തപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം മോചിച്ചാൽ മോചിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്നല്ല, നിങ്ങളുടെ വാക്കുകൾക്ക്, നിങ്ങൾ പറയുന്ന സുവിശേഷത്താലാണ് ജീവനും അക്ഷയതയും ഉണ്ടാകുന്നത്. സുവിശേഷം ജീവന്റെ വചനമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് ഈ നിയോഗം പ്രാപിച്ച് യേശുവിന്റെ രക്ഷാ സന്ദേശം അറിയിക്കുമ്പോൾ ആളുകൾ ജീവൻ പ്രാപിക്കുകയാണ്, ആളുകൾ പാപമോചനം നേടുകയാണ്, ആളുകൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിട്ട് അവർക്കായി സ്വർഗം തുറക്കപ്പെടുകയാണ്. അതാണ് യേശു പറഞ്ഞത്. പക്ഷേ ഇത് പത്രോസിന് മാത്രമുള്ള ഏതാണ്ട് അധികാരമാണെന്നും, പത്രോസിന്റെ മരണശേഷം അല്ലെങ്കിൽ പത്രോസ് മരിക്കാൻ നേരത്ത് ആർക്കെങ്കിലും ഒക്കെ കൈവച്ച് ഈ അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് പിന്നീട് ഇതിന്റെ അധികാരം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വേദപുസ്തകത്തില് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്റെ മരണസമയത്ത് നീ ആർക്കെങ്കിലും കൈവച്ച് അധികാരം ഏൽപ്പിച്ചാൽ അവർക്കിതുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. പഴയ നിയമത്തിൽ അഹരോന്റെ മരണസമയത്ത് അഹരോൻ തന്റെ മൂത്ത മകനായ എലയാസറിന് ഉടുപ്പ് ഊരിക്കൊടുക്കുകയും അവനെ പ്രത്യേക അഭിഷേകം ചെയ്യുകയും വേണം. അങ്ങനെയാണ് പഴയ നിയമത്തിൽ പൗരോഹിത്യം പിന്തുടർച്ചയായിട്ട് ദൈവ പൗരോഹിത്യം നിലനിൽക്കുന്നത്. എന്നാൽ അപ്പോസ്തലത്വം അങ്ങനെയല്ല. അപ്പോസ്തലന്മാർ 12 പേരേ ഉള്ളൂ. അത് അവരുടെ കാലത്തോടെ അപ്പോസ്തലന്മാരില്ല. പിന്നീട് സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കളും ഒക്കെയാണ് ഉള്ളത്. അവര് യുഗാവസാനം വരെ സുവിശേഷം അറിയിക്കണം. അങ്ങനെ സുവിശേഷം അവരറിയിക്കുമ്പോൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും സുവിശേഷം ദൈവദാസന്മാരിലൂടെ പ്രചരിക്കപ്പെടുന്നു. മദ്യപന്മാരും അതുപോലെ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകരും ഒക്കെ മാനസാന്തരപ്പെടുന്നു. അവര് ജീവനുള്ള കല്ലുകളായി തീരുന്നു. അവര് സഭയുടെ അംഗങ്ങളായിട്ട് യേശുവിന്റെ മണവാട്ടിയായിട്ട് മാറുന്നു. യേശു പറഞ്ഞത് അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്കും യേശുവിന്റെ സുവിശേഷം നമുക്ക് ആളുകളെ അറിയിക്കാം. ആളുകൾ ജീവൻ പ്രാപിക്കട്ടെ, ആളുകൾ സ്വർഗരാജ്യത്തിനായിട്ട് ഒരുങ്ങട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.